ഹലോ ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ അടുത്ത് തന്നെ നമ്മളൊരു 4.1 ആംപ്ലിഫയർ അസംബ്ലിംഗ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു 4.1 ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാൻ എന്തെല്ലാം പ്രോഡക്റ്റാണ് ആവശ്യമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി അതിൽ എന്തെല്ലാമാണ് വേണ്ടതെന്നുള്ളത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ നിർമ്മിക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു ക്യാബിനറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു 4.1 ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ക്യാബിനറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പവർ സപ്ലൈക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ടൊറൈഡൽ ട്രാൻസ്ഫോമറാണ്. ടൊറൈഡൽ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എഫിഷ്യൻസി കൂടുതൽ, സാധാരണ ട്രാൻസ്ഫോമറിനായിട്ട് അപേക്ഷിച്ച് കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും ടൊറൈഡൽ ട്രാൻസ്ഫോമർ. അതുപോലെ തന്നെ 15015 1 ആംപിയറിൻ്റെ ടാപ്പിങ്ങുള്ള ട്രാൻസ്ഫോമർ, ടൊറൈഡൽ ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ടാപ്പിംഗ് എടുക്കുന്ന ഈ ഒരു 15015 നമ്മൾ ടോൺ കൺട്രോൾ ബോർഡിലേക്കും അതുപോലെ തന്നെ സബ് ഫിൽട്ടർ സെക്ഷനിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഓഡിയോ ബോർഡ് തന്നെ സൗണ്ട്രോണിൻ്റെ ഒരു 5 ചാനൽ ഓഡിയോ ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 5 ചാനൽ ഓഡിയോ ബോർഡിൽ പെർ ചാനൽ 75 വാട്ടാണ് ഓരോ ചാനലും കിട്ടുന്നത്. പക്ഷേ ഒരു ചാനൽ മാത്രം നമുക്ക് 100 വാട്ട്സ് RMS കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് ഒരു അത്യാവശ്യം നല്ല പവറിലൊരു ആംപ്ലിഫയർ ആണ് തന്നെ അവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ പവറും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മളൊരു ഫിൽട്ടർ സെക്ഷൻ, ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന AC വോൾട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ തന്നെ നമ്മുടെ തന്നെ ഒരു ബോർഡ്, പവർ സപ്ലൈ ബോർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PCBയോട് നിർമ്മിച്ച ഒരു പവർ സപ്ലൈ ബോർഡ് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സപ്ലൈ നമുക്ക് അതിന് എടുക്കാൻ കഴിയും. പിന്നെ ഒരു കൂളിംഗ് ഫാനിൻ്റെ ഗ്രില്ലിലൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യണം. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ സ്പീക്കർ കണക്ടേഴ്സ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ കണക്ടർ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. കാരണം അത്യാവശ്യം പവറുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് ഔട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഓക്സ് ഇൻപുട്ട് കൊടുക്കാനുള്ള സോക്കറ്റ്, ഈ ഒരു സോക്കറ്റ് എടുക്കുമ്പോഴും അത്യാവശ്യം ക്വാളിറ്റിയുള്ള സോക്കറ്റ്, നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ക്വാളിറ്റിയിൽ എടുക്കണം. പിന്നെ നമ്മൾ നോബ്, നമ്മളെ കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാനുള്ള നോബ്, മെറ്റൽ നോബും ഉണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് നോബും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ നോബ് നമ്മൾ വോളിയം കൺട്രോളിലും അതുപോലെ ചെറിയ നോബ് നമ്മൾ ബാസ് ട്രിബിൾ സെക്ഷനിലുള്ള കൺട്രോളിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഒരു പാനൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ പാനലിൽ തന്നെ നമ്മൾ USB പോർട്ടിൻ്റെ കണക്റ്റും അതുപോലെ പവർ സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാനലിൽ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഷീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അത് നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളതിൻ്റെ ഷീറ്റ് ഒഴിവാക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വരും. ഓക്കെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് വയറാണ്. ഈ വയറിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള വയർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്ലിയറുള്ള ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള USB ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഇറങ്ങിയിരിക്കുന്ന USB ബോർഡിൻ്റെ അതേ മോഡൽ USB ബോർഡാണ്. പക്ഷേ അതിനായിട്ട് ഡിസ്പ്ലേ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. കൂടാതെ ബ്ലൂടൂത്തും എൻകോഡറും എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള USB ബോർഡാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന പവർ കോഡ് നല്ല തിക്നെസ് ഉള്ള വയർ ഉപയോഗിച്ചുള്ള പവർ കോഡ് തന്നെ ഉപയോഗിക്കണം. നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ VA എന്ന് പറഞ്ഞാൽ ഏകദേശം 350 VA വരുന്നുണ്ട്. അപ്പോൾ നല്ല തിക്നെസ് ഉള്ള വയർ ഉപയോഗിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വോളിയം കൺട്രോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള വോളിയം കൺട്രോൾ, ആപ്പ് അല്ലെങ്കിൽ പുഷ് പ്ലസ് എന്നിങ്ങനെ കമ്പനികളുടെ വോളിയം കൺട്രോൾ ഉപയോഗിക്കുക. ഇതിൽ ഉപയോഗിക്കുന്ന സബ് വൂഫർ ഫിൽട്ടർ ബോർഡ് വിത്ത് ഫ്രീക്വൻസി കൺട്രോളുള്ള ഒരു ഫിൽട്ടർ ബോർഡാണ് യൂസ് ചെയ്തിരുന്നത്. ഇതും സൗണ്ട്രോണിൻ്റെ തന്നെ ഒരു ബോർഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ക്യാബിനറ്റിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാനുള്ള ബുഷ്, ഫ്രണ്ടിലായിട്ട് 2 വലിയ ബുഷും ബാക്കിലായിട്ട് 2 ചെറിയ ബുഷാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പം 2 ബുഷ് ചെറുതും 2 ബുഷ് വലുതും നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടോൺ കൺട്രോൾ ബോർഡ്. ഈ ടോൺ കൺട്രോൾ ബോർഡ് എല്ലാവർക്കും അറിയാം, സഭയിൽ കിട്ടുന്ന ഒരു ബോർഡാണ്. ഇതും സൗണ്ട്രോണിൻ്റെ ഒരു ബോർഡാണ്. സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. പക്ഷേ ഞാൻ ഇതിനെ ഡുവൽ സപ്ലൈ ആക്കിയെടുത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചുകൂടെ ക്ലാരിറ്റി കൂട്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ ഒരു 6 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ 2 ചാനൽ സബിന് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 4 ചാനൽ ഓരോ ചാനലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ എടുത്ത് പറയാത്തുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് മേക്കിങ്ങിൽ നമ്മൾ എടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു 4.1 ഒരു ഹൈ ക്വാളിറ്റി 4.1 ആംപ്ലിഫയർ അസംബ്ലിംഗ് ചെയ്തെടുക്കാം. ഓക്കെ. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഇങ്ങനൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ മുഴുവനായി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുള്ളായ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ഇറ്റ്സ് മീ രാജു സൈനിങ് ഔട്ട്. ഹാവ് എ നൈസ് ഡേ.